ഹലോ, ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയല മുളകിട്ടതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ അയലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആയാലും മതി. സവാള നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കാം. അയല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ അയല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാവേ. അയല മുളകിട്ടത് തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്